ഹലോ, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിലേക്ക് ഞാൻ കടായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 സ്പൂണോളം എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അതായത് എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 4 ഓനിയനാണ്. മീഡിയം സൈസ് 4 ഓനിയനാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി സവാളയോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കൂടെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ശേഷം നമ്മൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇടുന്നുണ്ട്. അതിന് മുമ്പായി കുറച്ച് ഇഞ്ചി അരിഞ്ഞും കൂടി ഇടുന്നുണ്ട്. കാരണം ആ കറിക്കകത്ത് ആ ഇഞ്ചിയുടെ ആ ഒരു കടി വരുമ്പോൾ ഒരു ടേസ്റ്റ്, ഒരു നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞും കൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഒരു 2 കറിവേപ്പിലയും കൂടെ ചതച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ ഞാനൊരു 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടായി ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഇനി ഈ തക്കാളി ഒന്ന് നന്നായി വെന്തുടയുന്നോടം വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേകുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് സവോളയെല്ലാം നല്ലപോലെ വെന്ത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ 1-2 വട്ടം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് സവോളയെല്ലാം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് ബ്രൗൺ ആയി കിട്ടണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി, സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നല്ല കറക്റ്റായിട്ട് പാകമായിട്ടുള്ള മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർക്കണം. ഞാൻ അതിനായിട്ട് 1 കിലോ ചിക്കന് 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 2 സ്പൂൺ അളവിൽ ഗരം മസാല, കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം എരിവുള്ള മുളകും ചിക്കൻ മസാലയും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ടൈം വേണമെങ്കിൽ കുറച്ച് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പച്ചമണം പോകുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടുന്ന എല്ലാം കറക്റ്റായിട്ട് ചേർന്നിട്ടുണ്ട്. ഇത് നല്ല കളറിലായി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനകത്തേക്ക് ഒരു 2 കൂട്ടം കൂടെ ചേർക്കാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ശകലം ഗരം മസാല. ഈ ടൈമിലാണ് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുറച്ച് കുരുമുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം. ഞങ്ങൾക്കൊക്കെ എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം മസാലയെല്ലാം റെഡിയായി കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇട്ട് ഇതൊന്ന് ഒന്ന് ലൂസ് ചെയ്യാൻ വിടണം. അപ്പം ഞാനിവിടെ ഓൾറെഡി വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. ഇപ്പം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ഈ ഗ്രേവിനെ ഒന്ന് ഇതുപോലെ ലൂസ് ചെയ്യണം. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ആവശ്യമുണ്ട്.
കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. തീ നല്ലപോലെ കൂട്ടിയിടണം. നമ്മൾ മസാല ഇടുന്ന സമയത്ത് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. എന്താ ഇപ്പോൾ ഇതൊന്ന് ലൂസായിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്താ ചിക്കൻ ഇട്ട് കൊടുത്തു. എന്താ നമ്മുടെ ചിക്കന് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. എൻ്റെ ഉപ്പ് ഞാൻ ഇട്ട ഉപ്പ് എനിക്ക് കറക്റ്റാണ്. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പം നിങ്ങളുടെ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മൂടി വെക്കണം. ഇപ്പം വെള്ളം ഒഴിക്കരുത്. ഇപ്പം നമ്മുടെ ചിക്കനിനകത്തുള്ള വെള്ളമെല്ലാം കൂടെ ഇപ്പോൾ ഇറങ്ങി അതൊന്ന് സെറ്റാവാനായിട്ടാണ് വെള്ളം ഒഴിക്കാതെ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ മൂടി വയ്ക്കുക. നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനകത്ത് നല്ല തിക്ക് ഗ്രേവി വന്നിട്ടുണ്ട്, തിക്കായിട്ട്. ഇനി ആർക്കെങ്കിലും കുറച്ചുകൂടെ ഗ്രേവി കൂടുതൽ ലൂസായിട്ട് ഇരിക്കണമെന്നുള്ളവർ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് എനിക്കിവിടെ കുറച്ചുകൂടെ ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഒരു 10 മിനിറ്റ് നിന്ന് വേവും കൂടെ വേണം. അപ്പം ഞാനിനി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ അത് പാതി വേവായിട്ടുണ്ട് ചിക്കന് ആകുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ നമുക്ക് മൂടി വെച്ചൊന്നും കൂടെ വേവിക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറി. ഇതാ നല്ല കളറിൽ നല്ല ചിക്കൻ കറിയാണ്. അത്യാവശ്യം ഗ്രേവിയുണ്ട്. ഇത് അപ്പത്തിനോ ഇടിയപ്പത്തിനോ ചോറിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ കറിവേപ്പില ഇടണം. ഞാൻ കറിക്കെല്ലാം കറിവേപ്പില കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് വാർണിഷ് പോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ ഈ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി അടുത്ത ഒരു റെസിപ്പിയിൽ കാണാം. ബൈ.